ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ചേട്ടൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മത്തി വാങ്ങിയിട്ട് വന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ വിശേഷം മത്തിയുടേതാകട്ടെ എന്ന് കരുതി. എല്ലാവർക്കും മത്തിയൊക്കെ ഇഷ്ടമാണോ? നിങ്ങളുടെ നാട്ടിലൊക്കെ മത്തിക്ക് എന്നാ വില? ഇവിടെ കിലോയ്ക്ക് 80 രൂപയായിരുന്നു. എന്തായാലും ഇവിടത്തേക്കാൾ വിലക്കുറവായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് മത്തിയൊക്കെ വെട്ടി ക്ലീനാക്കി എടുക്കുകയാണ്. എനിക്ക് അത്ര നന്നായിട്ടൊന്നും ക്ലീനാക്കാൻ അറിയത്തില്ല, എന്നാലും അങ്ങ് ചെയ്യുക. ഇതൊക്കെ എന്നാ പഠിക്കാൻ. ഞാൻ മത്തിയെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത് ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് കഴുകാം. ഞാൻ ഇതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കും. കുഞ്ഞൻ മത്തിയാണ് കേട്ടോ. ഇപ്പോൾ വലിയ മത്തിനേക്കാളും നല്ലത് കുഞ്ഞൻ മത്തിയാണെന്ന് തോന്നുന്നു. കുഞ്ഞൻ മത്തിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ. ആദ്യം ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് വറക്കാമെന്ന്. പിന്നീട് 1 കിലോ ഉള്ളത് കൊണ്ട് എന്നാൽ പകുതി കറി വെച്ചേക്കാം, പകുതി വറക്കാം എന്ന് കരുതി. അങ്ങനെ ഞാൻ മീനെല്ലാം വരിഞ്ഞിടുവാണേ. കുറച്ചെടുത്ത് കറിക്കുള്ളതെടുത്ത് മാറ്റി, കുറച്ച് വറക്കാനുമായിട്ട് മാറ്റി. പകുതി വീതമാട്ടോ രണ്ടും എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഉള്ളി, തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് മീൻ കറിക്ക് വേണ്ടിയിട്ടാണ്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ആദ്യമേ നമുക്ക് കറി വെക്കാനുള്ള ഐറ്റംസിന് അരിഞ്ഞെടുക്കാവേ. ഇത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം ഞാനിപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇടാം. ചില നാട്ടുകളിലേക്ക് കടുകിടാറില്ല എന്ന് തോന്നുന്നു. ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ കടുകിടാറുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇനി അതൊന്ന് ശരിയായിട്ട് മൂത്ത് വരുമ്പോഴേക്കും മീൻ കറിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ, ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ശരിക്കും വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വഴഞ്ഞ് കിട്ടും. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും വഴറ്റിയെടുക്കാം. ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞു വരുമല്ലോ, അതുകൊണ്ടാണ് ഉപ്പാടിയത്. മീൻ കറിക്കുള്ള ഫുൾ ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിപ്പം 2-3 കറിവേപ്പിലയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അതിനാവശ്യമായ പൊടികളൊക്കെ ഇടാവുന്നതാണ്. പിന്നെ നമുക്ക് മീൻ കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ ഇടുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ മീൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ മല്ലിപ്പൊടി ഇടാറില്ലായിരുന്നു. ഞാനിവിടെ കട്ടപ്പനയിലാട്ടോ എൻ്റെ നാട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാവരും മല്ലിപ്പൊടി ഇടാറുണ്ട് മീൻ കറിക്ക്. അങ്ങനെ ഞാനിപ്പം മല്ലിപ്പൊടി ഇട്ട് തുടങ്ങി. അങ്ങനെ മല്ലിപ്പൊടി, ഈ പൊടികളെല്ലാം കൂടി നമുക്കിനി മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂക്കണം, ഇല്ലെങ്കിൽ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ കുടംപുളി ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്തു. ഇനി കുറച്ച് മീൻ കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ പുളിയൊക്കെ ശരിക്കും ആ വെള്ളത്തിലേക്കും കൂടെ ഇറങ്ങിക്കോളും. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ ഉള്ളി വഴരാനുള്ള ഉപ്പ് മാത്രമല്ലേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ കറി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മുറിച്ചൊന്നുമില്ല കേട്ടോ, കുഞ്ഞമ്മത്തിയല്ലേ, അപ്പോൾ നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനകത്തേക്ക് എല്ലാം ആഡ് ചെയ്ത് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ പകുതി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. പകുതി ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ഇരുന്ന് മീൻ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മീൻ വറക്കാനുള്ള മസാല തയ്യാറാക്കാം. ആദ്യമേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടു. പിന്നീട് ഞാൻ 2-3 ചെറിയുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഞാൻ കുറച്ച് മുളക് പൊടി ആട്ടോ യൂസ് ചെയ്യാറുള്ളൂ. കുരുമുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളകും കൂടി ഇട്ടു. നമ്മുടെ എരിവിനനുസരിച്ച്, എനിക്ക് ഇച്ചിരി എരിവ് വേണം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം മീനിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് വരഞ്ഞ് വെച്ചിരിക്കുന്നിടത്തൊക്കെ തേച്ച് പിടിപ്പിക്കട്ടെ. കണ്ടോ, ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം.
ഇതിപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ട്. കുഞ്ഞുമത്തി ആയതുകൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചധികം ടേസ്റ്റും കൂടെ കൂടും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ മീൻകറി വയ്ക്കുന്നത്? എല്ലാവർക്കും അറിയായിരിക്കും. ആർക്കാലേ ഇപ്പോൾ മീൻകറി വയ്ക്കാൻ അറിയത്തില്ലാത്തത്. ദേ ഇപ്പോൾ മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അത് പക്ഷേ വീഡിയോ എടുത്തില്ല. അത് വീഡിയോ എടുത്തിരുന്നു, പക്ഷേ മിസ്സായി. ഇനിയിപ്പോൾ നമുക്ക് മീൻ വറുത്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആ മീനെല്ലാം അതിനകത്തേക്ക് വെക്കുകയാണ്. കാണുമ്പോൾ ഇച്ചിരി മസാല കുറവുള്ള പോലെ തോന്നും. കുറവൊന്നുമില്ല കേട്ടോ, കുരുമുളകാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മുളക് പൊടി കുറച്ച് കുരുമുളക് കൂടുതലിട്ട് ഇനി ഒന്ന് വറുത്ത് നോക്കുക കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കും വറുക്കുന്നത്. അപ്പം നല്ല അടിപൊളിയായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ മീനെല്ലാം ഒരു സൈഡ് സെറ്റായപ്പോൾ ഞാൻ മറിച്ചിട്ടു. ഇതിപ്പം നമ്മുടെ മത്തി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആക്കി എടുത്തില്ല കേട്ടോ, ഒരു മീഡിയം. അങ്ങനെ മീൻ കറിയും മീൻ വറുത്തതും എല്ലാം റെഡിയായി. ഇനി ചോറുണ്ണട്ടെ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി